പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡൈയുടെ അല്ലെങ്കിൽ സെൽട്രോണിക് 6G ഗാലക്സി 6G സീരീസ് ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇതിൽ അവർ 2 MC4 കണക്ടറും ലാൻ കേബിളും പിന്നെ ഈ പറഞ്ഞ പോലെ CT തരുന്നുണ്ട്, ടെമ്പറേച്ചർ സെൻസർ. ഈ CT വെച്ചിട്ട് നമുക്ക് സീറോ എക്സ്പോർട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ട് ലിമിറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനോട് ഫിഷറും ഇവർ തന്നെ തരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ടെമ്പറേച്ചർ സെൻസർ. നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിഥിയം ബാറ്ററിയിലോ ഏതിനോ നമുക്ക് ഉപയോഗിക്കാം. ഇത് എക്സ്റ്റേണലി നമുക്ക് മെയിൻലി ബാറ്ററിയുടെ അടുത്തൊരു ടെമ്പറേച്ചർ റീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഇത് IP65 പ്രൊട്ടക്ഷൻ റേറ്റിംഗ് വരുന്നുണ്ട്. ഇതേപോലെ അലൈങ്കി അവർ തന്നിട്ടുണ്ട്. ഈ അലൈങ്കി വെച്ചിട്ട് ഫ്രണ്ട് പാനൽ അഴിച്ച ശേഷം വേണം നമുക്ക് കണക്ഷൻസ് ആക്സസ് ചെയ്യാനായിട്ട്. നമുക്ക് ഈ ഫ്രണ്ട് പാനൽ അഴിച്ച് കണക്ഷൻസ് ആക്സസ് ചെയ്യുന്നത് കൊണ്ട് ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പൊടിയൊന്നും അകത്തുള്ള കണക്ഷനിലേക്ക് കയറില്ല. അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ റേറ്റിംഗിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലെ സ്ക്രൂസ് അഴിച്ചിട്ട് നമുക്ക് അകത്ത കണക്ഷൻസ് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഇത് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കോൺഫിഗറേഷൻ മെത്തേഡുകളും സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഓൺ ഗ്രിഡ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒരു ഓഫ് ഗ്രിഡ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് ഹൈബ്രിഡ് ആയിട്ട് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ അകത്ത കണക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ആ വലിയൊരു കണക്ഷൻ വരുന്നത് ബാറ്ററിയുടേതാണ്. ബാറ്ററിയുടേത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ക്യാൻ പോർട്ടിൻ്റെതും RS485 മീറ്റർ പാരൽ കണക്ഷൻസ് ഇതിൻ്റെ എല്ലാം കണക്ഷൻസ് വരും. അത് കഴിഞ്ഞിട്ടാണ് ലോഡിൻ്റെ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ക്യാൻ പോർട്ടും RS485 മീറ്ററിൻ്റെ കണക്ഷനുമാണ്. അത് കഴിഞ്ഞിട്ട് ലോഡ് എടുക്കാനുള്ള കണക്ഷൻസും ജനറേറ്റർ ഇൻപുട്ട് അത് നമുക്കൊരു സ്മാർട്ട് കണക്ഷനായിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും, സ്മാർട്ട് ഇൻപുട്ടായിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പാരൽ കണക്ഷനും CT വരുന്നത് ആ സൈഡിലുള്ള കുറച്ച് 1 to 8 വരെ പറഞ്ഞിരിക്കുന്ന കണക്ഷൻസിലാണ് CT കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ബാറ്ററിയുടെ കണക്ഷൻ വരുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ക്യാൻ കമ്മ്യൂണിക്കേഷൻ്റെ കണക്ഷൻസ് ആൾറെഡി നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. പിന്നെ RS485 കണക്ഷനും മീറ്ററിൻ്റെ കണക്ഷനും നമുക്ക് എടുക്കാൻ പറ്റും. ഈ ജനറേറ്റർ ഇൻപുട്ടാണ് സ്മാർട്ട് ലോഡായിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ലോഡും ഗ്രിഡും പിന്നെ അതിൻ്റെ മുകളിലായിട്ടൊരു ബ്രേക്കറും അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഇൻവെർട്ടറും ലിഥിയം ബാറ്ററി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.